ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോല് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 5 മുരിങ്ങാക്കോല് ഇതുപോലെ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് കൂടെ വഴറ്റിയെടുക്കാം. ഒരുവിധം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മുറിച്ച് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. വെള്ളം ഒഴിക്കുന്ന ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അല്പം തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് 4 അല്ലി ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2-3 കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇത് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഈ മുരിങ്ങാക്കോല് വെന്തുവെങ്കിൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ മുരിങ്ങാക്കോല് ഇപ്പോൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കൂടെ മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരല്പം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അല്പം ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി 2 എണ്ണം കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോല് കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ആവശ്യത്തിന് വിളമ്പി തുടങ്ങാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നേരം കൂടി ഇരിക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ കുറുകി റെഡിയായി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോല് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.